ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. നാം ഓരോരുത്തർക്കും പ്രചോദനം തരുന്ന, ജീവിതത്തിൻ്റെ സങ്കടകാലങ്ങളിൽ ആശ്വാസം തരുന്ന അനുഭവമാണ് എന്നതും വന്ദനായ അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തി. അതിനോട് ചേർന്ന ചില ചിന്തകൾ ഈ പുതുവർഷത്തിൻ്റെ ആരംഭദിനം പങ്കുവെക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വൈദികരെ സംബന്ധിച്ചിടത്തോളം നവംബർ ഡിസംബർ മാസങ്ങൾ ഏറെ ശബ്ദം ഉപയോഗിക്കേണ്ട സമയമാണ്. ഞാൻ ഈ ഡിസംബർ 1-ാം തീയതി മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ 1-1.5 മണിക്കൂറുമൊക്കെ എൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ പ്രയാസമുണ്ട്. എങ്കിലും വന്ദനായ അച്ഛൻ ഈ വലിയ ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അതേറെ അനുഗ്രഹകരമായി, ഈ പുതുവർഷം ഏറെ അനുഗ്രഹകരമായി ബലഹീനനായി എനിക്കും തീരുവാൻ ഇടയാകും എന്നതുകൊണ്ടുകൂടെയാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. അച്ഛൻ ഓർമ്മപ്പെടുത്തിയ ആ ചിന്തയോട് ചേർന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം ഒരു ജീവിത പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് ഈ പുതിയ വർഷം നമുക്ക് ചേതോകരമായ ചില ജീവിത അനുഭൂതികൾ നൽകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. നമുക്ക് ഓർമ്മയിൽ ഇരിക്കാൻ ഏറെ ബന്ധിതമായ ഒരു വാക്യം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യം: നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വാരങ്ങളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുന്നു. നമുക്ക് തലകൾ വണക്കി ദൈവമുമ്പിൽ ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്ന ധന്യതയേറിയ ചിന്തകൾ സ്വാംശീകരിച്ച് മനസ്സിലാക്കുവാൻ ദൈവത്തോട് യാചിക്കാം. ബാറക്കുമോർ, കരുണാപൂർണരായിരിക്കുന്ന കർത്താവേ, 2025 പ്രാരംഭ ദിവസം ഞങ്ങൾക്ക് ഈ ദേവാലയത്തിലായിരിക്കുവാൻ തന്ന കൃപകളെ ഓർക്കുന്നു. 2024 ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആ വർഷം സന്തോഷമുണ്ടായിരുന്നു, സങ്കടങ്ങളുണ്ടായിരുന്നു, സന്താപങ്ങളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷവും നീ ഞങ്ങളെ വഴി നടത്തി. ഞങ്ങൾ പിന്മാറിപ്പോയിട്ടും അവിടുത്തെ സ്നേഹാധിക്യത്താൽ അവിടുത്തെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്തു. ഞങ്ങൾ നിന്നെ അറിയാതിരുന്നിട്ടുകൂടെ നീ ഞങ്ങളെ അറിയാതിരുന്നില്ല. നിന്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ അനുഗ്രഹകരമായി തന്നിട്ട് പോലും ഞങ്ങൾ പിന്മാറിയിരുന്നു. എങ്കിലും കർത്താവേ, നീ ഞങ്ങളെ നെഞ്ചോട് ചേർത്തു. നീ ഞങ്ങളുടെ അഭയമാണ്, നീ ഞങ്ങളുടെ സർവസ്വമാണ്. ആ അഭയമാകുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം എല്ലാ വിശുദ്ധന്മാരോടുമൊപ്പം ഈ പുതിയ വർഷം ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്നതായ ആലോചനകൾ അവിടുന്ന് തരണമേ. അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. 400 വർഷത്തെ മിസ്രൈമ്യ വാസം കഴിഞ്ഞ് ഏകദേശം 40 വർഷത്തെ മരുഭൂമി യാത്രയുടെ പരിസമാപ്തിയിൽ ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ
യോർദാന്റെ കരയിൽ നിൽക്കുകയാണ്. യോർദാൻ കടന്നാൽ പാലും തേനും ഒഴുകുന്ന കനാൻ നാടാണ്. ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു പോകുകയാണ്. ഇതുവരെ അവർ അനുവർത്തിച്ച ഒരു ജീവിതമല്ല ഇനിയുമുള്ളത്. സമ്മിശ്രമായ വികാരങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. വ്യത്യസ്തങ്ങളായ ഭാവങ്ങളോടെയാണ് അവർ നിൽക്കുന്നത്. ഒരു കൂട്ടര് വളരെ പെസിമിസ്റ്റാണ്. അവർക്കൊന്നിനെക്കുറിച്ചും ഒരു പ്രതീക്ഷയില്ല. എല്ലാറ്റിനെയും നെഗറ്റീവായി, എല്ലാറ്റിനെയും അതിൻ്റെ അനാത്മികമായ നിലയിൽ കാണുന്ന സ്വഭാവമുള്ള ആളുകൾ. ഏത് സമയം തലേ കൈവച്ച് പറയും, ഇത് വിധിയാണ്, ഇതിങ്ങനെ പോകത്തുള്ളൂ. യാതൊരു തൃപ്തിയുമില്ലാതെ സംതൃപ്തിയുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ പറയുകയാണ്, പാലും തേനും ഒഴുകുന്ന കനാൻ നാടെന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നതാ, അതിലൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും സങ്കടം അനുഭവിച്ചും സംഘർഷത്തിലൂടെയും മാത്രം കടന്നു പോകേണ്ടുന്നവരാണ്. എപ്പോഴും ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള, ഒന്നിനെക്കുറിച്ചും നന്മയില്ലാതെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതായിരുന്നു ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം. രണ്ടാമത് മറ്റൊരു കൂട്ടരുണ്ട്. അവര് പറയുന്നത്, ദാ യോർദാൻ കടന്ന പിന്നെ അയജ്ഞ ലളിതമായ സുരഭില സുന്ദരമായ ഒരു ജീവിതമാണ്. പാലും തേനും ഒഴുകും എന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. അതുകൊണ്ട് സങ്കടങ്ങളില്ല, വേദനകളില്ല, ഒന്നും പ്രയാസപ്പെടേണ്ട, എല്ലാം സുഗമമായി നടക്കും എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടർ. അങ്ങനെ സമ്മിശ്രമായ വികാരങ്ങളോടെയാണ് ഇസ്രായേൽ മക്കൾ യോർദാന്റെ കരയിൽ നിൽക്കുന്നത്. ഈ രണ്ട് ചിന്തയും ക്രിയാത്മകമല്ല എന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. എല്ലാറ്റിനെയും നാശത്തിന്റെ, നശീകരണത്തിന്റെ സ്വഭാവത്തിൽ കാണുന്നത് തെറ്റാണ്. എന്നാൽ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഒരു അടിപൊളി ശൈലിയിൽ എല്ലാറ്റിനെയും കാണുന്നതും അത്ര നല്ലതല്ല. ഇസ്രായേൽ മക്കൾ, അനേകം ആളുകൾ ഇങ്ങനെ സമ്മിശ്രമായ വികാരങ്ങളോടെ യോർദാന്റെ കരയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, യോർദാൻ കടന്നാൽ പിന്നെ കനാൻ നാടാണ്. അവർക്ക് ദൈവം ഒരു നിയമം കൊടുക്കുകയാണ്. ആ നിയമത്തിന്റെ പേരാണ് ആവർത്തനം. ആവർത്തനം എന്ന വാക്കിന്റെ അർത്ഥം സെക്കൻഡ് ലോ എന്നാണ്. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, ലേവ്യ പുസ്തകത്തിൽ ആത്മീകമായും ആരാധനാപരമായും മതപരവുമായുള്ള ഇസ്രായേലിന്റെ നിയമങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെങ്കിൽ, ആവർത്തന പുസ്തകത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് അവരോട് പ്രതിപാദിച്ചു കൊടുക്കുകയാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം മുതൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ക്ഷേമ ഓ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യോർദാൻ അക്കരെ മരുഭൂമിയിൽ വെച്ച് മോശ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞത് എന്തെന്നാൽ. പ്രിയപ്പെട്ടവരെ, സമയം അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ആവർത്തന പുസ്തകം ഒന്ന് വായിക്കണം. കാരണം ഇന്ന് ഏത് മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കാൾ, ഇന്ന് ഏത് ബെസ്റ്റ് സെല്ലർ ബുക്കിനേക്കാൾ, ഇന്ന് എത്രയോ പ്രചോദനം തരുന്ന ഏത് പുസ്തകങ്ങളെക്കാൾ, ഏത് പ്രസംഗത്തെക്കാൾ ജീവിതത്തെ അതിൻ്റെതായ യാഥാർത്ഥ്യബോധത്തോടെ, റിയലിസ്റ്റിക്കായി ജീവിതത്തെ നേരിടാനുള്ള പ്രചോദനം തരുന്ന പുസ്തകമാണ് ആവർത്തന പുസ്തകം. അതുകൊണ്ട് മറ്റു പുസ്തകങ്ങൾ വായിക്കുകയോ യൂട്യൂബിൽ പ്രചോദനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ കേൾക്കുകയോ ചെയ്യുന്നതിനെ ഞാൻ എതിർക്കുകയല്ല.
പക്ഷേ നമ്മുടെ വേദപുസ്തകത്തിലുള്ള ഈ ആവർത്തന പുസ്തകം ഒന്ന് വായിക്കണം, ധ്യാനിക്കണം. എന്താണ് ജീവിതം? എങ്ങനെയാണ് ജീവിക്കേണ്ടുന്നത്? ഇത് മറന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അടുത്ത കാലത്ത് വായിച്ച ഒരു 3 വാചകങ്ങൾ ഇങ്ങനെയാണ്: എത്ര കൂട്ടിവെച്ചിട്ടും തൃപ്തി വരാത്ത, എത്ര പൂട്ടിവെച്ചിട്ടും സുരക്ഷിതം അനുഭവിക്കാത്ത, എത്ര തിന്നുകൂട്ടിയിട്ടും മതി വരാത്ത ഒരു സമൂഹമായി പ്രത്യേകിച്ച് മലയാളി സമൂഹം മാറിയിരിക്കുന്നു. എത്ര കൂട്ടിവെച്ചിട്ടും തൃപ്തി വരാത്ത, മനുഷ്യന്റെ എല്ലാ സംഘർഷങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രശ്നം അവന് തൃപ്തിയില്ല എന്നതാ. അവന് ദൈവം തന്നതോ ദൈവവിശ്വാസികളല്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും നേടിയെടുക്കുന്നതോ ആയ ഒന്നിലും മനുഷ്യന് തൃപ്തി അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എത്ര കൂട്ടിവെച്ചിട്ടും തൃപ്തിയില്ല, എത്ര പൂട്ടിവെച്ചിട്ടും ഭയം മാറുന്നുമില്ല. അല്ലേ? കുറുവാ സംഘമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഏറെ വരുന്നത് കൊണ്ട് എത്ര വലിയ പൂട്ടിട്ടാലും നമുക്ക് സുരക്ഷിതത്വം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. മൂന്നാമതായിട്ട് പറയുന്നത്, എത്ര തിന്നുകൂട്ടിയിട്ടും മതി വരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് കേരളം ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഹബ്ബായി മാറി. ഞാൻ അടൂരാണ് എൻ്റെ വീട്. അടൂർ കരുവാറ്റ പള്ളിയുടെ മുമ്പിൽ നിന്ന് നെല്ലിമൂട്ടിൽ പടി വരെയുള്ള ഒരു ബൈപ്പാസ് ഉണ്ട്. കേരളത്തിൽ മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മന്തി കിട്ടുന്ന സ്ഥലമാണ് അവിടെ. കഴിഞ്ഞൊരു ദിവസം ഒരു ആശുപത്രിയിലെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മന്തി കൂടുന്തോറും ആശുപത്രിയിലെ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരും. മണ്ണ് വിറ്റ് മന്തി കഴിക്കുന്നവരുടെ ആളായി മലയാളി സമൂഹം മാറി. മണ്ണ് വിറ്റ് മന്തി തിന്നുന്നവർ. ഒരു തൃപ്തിയുമില്ലാത്ത അവസ്ഥ നമ്മുടെ കാലഘട്ടത്തിന്റെ വലിയൊരു പരിച്ഛേദമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്നു മാത്രമല്ല. ഇന്നേക്ക് 3225 വർഷം മുമ്പാണ് ആവർത്തന പുസ്തകം രചിതമായത്. പുറപ്പാട് നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് സയന്റിഫിക്കായി ജിയോളജിക്കലായി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് 1200 BC ആണ്. ഇപ്പോൾ 2025 AD ആയിരിക്കുന്നു. 3225 വർഷം മുമ്പ് എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടുന്നത് എന്ന് പ്രചോദനാപരമായി നമുക്ക് തരുന്ന പുസ്തകമാണ് ഏത്? ആവർത്തന പുസ്തകം, ദ സെക്കൻഡ് ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പുതുവർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആ പുസ്തകം ഒന്ന് വായിക്കണം. ആ പുസ്തകത്തിൽ ഏറ്റവും ജീവിതഗന്ധിയായി, ജീവിത കേന്ദ്രീകൃതമായ ഒരു വാക്യമാണ് 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. 11-ാമത്തെ വാക്യമാണ് പ്രധാനമായിട്ടുള്ളതെങ്കിലും 10ഉം 12ഉം വാക്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയുള്ളത്. ഇങ്ങനെയാണ് ആ വാക്യം പറയുന്നത്: നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നിങ്ങൾ വിട്ടുപോകുന്ന മിസ്രൈം ദേശം പോലെയല്ല. അവിടെ നിങ്ങൾ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിക്ക് നനയ്ക്കുന്നത് പോലെ നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വാരങ്ങളും ഉള്ളതായി, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുന്നു. 2025 1-ാം ദിവസം. എനിക്ക് തോന്നുന്നു ഇതിൽ പരമായി ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കുവാൻ ലഭിക്കുമോ എന്നറിയില്ല. ജീവിതത്തിന്റെ സമഗ്ര ഭാവങ്ങളും അതിൻ്റെതായ
എല്ലാ തലങ്ങളിലും ചാലിച്ചു ചേർത്ത ഒരു വേദഭാഗം. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റേതായ ഒരു ആശയവും ഞാനിതിൽ ഉൾക്കൊള്ളുന്നില്ല. ഇത് വചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാനുള്ള ഒരവസ്ഥ നമുക്ക് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെ ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിവസം ലഭിക്കട്ടെ. ഒന്നാമതായി, വാട്ട് ഈസ് ലൈഫ്? ഇതാണ് സ്വർഗത്തിലെ ദൈവം 3225 വർഷം മുമ്പ് ദൈവജനത്തോട് പറയുന്നത്. എന്താണ് ജീവിതം? ഞാൻ പറഞ്ഞല്ലോ, സമ്മിശ്രമായ വികാരങ്ങളാണ് ഇസ്രായേൽ മക്കളുടെ മനസ്സിലുള്ളത്. നമുക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും, ഞാൻ ഉൾപ്പെടെ, ഒന്നിനെയും നന്മയായി കാണാത്തവരാ. എല്ലാറ്റിനെയും ഒരു വൈരുദ്ധ്യാത്മകമായി ചിന്തിക്കുന്നവരാ. അച്ഛന്റെ കുപ്പായം 6 മീറ്റർ ഉണ്ട്. 6 മീറ്റർ തുണി കൊണ്ടാണ് ഞങ്ങളുടെ കുപ്പായം തയ്ക്കുന്നത്. 4.5 മീറ്റർ വേണം ഒരു സാരിക്ക്. അത് കൂടുതൽ വേണം, 5.5 വേണം. പക്ഷേ ഈ 6 മീറ്ററിന്റെ വെള്ളക്കുപ്പായത്തിൽ 5.999999 വെള്ളയാണ്. കഴുത്തിലൊരു ഇച്ചിരി കറുപ്പ്. ചിലരുടെ കണ്ണ് ഏതിലേ ഉടക്കത്തുള്ളൂ? ഈ കഴുത്തിലുള്ള കറുപ്പിൽ മാത്രം. 5.5 മീറ്ററിന്റെ സാരി, മുന്താണി ഇതിൽ കൂടുതൽ ഭംഗിയുള്ളതില്ല. പക്ഷെ ഈ താഴോട്ടിട്ടിരിക്കുന്നതിന്റെ അങ്ങേയറ്റം ഒരു നൂല് അടർന്നിട്ടുണ്ട്. ചിലരുടെ കണ്ണ് ഈ അടർന്നു പോയ നൂലിൽ മാത്രമേ ഉടക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല. ഞാനുണ്ട്. ഒന്നിനെയും നന്മയായി കാണാൻ കഴിയാത്ത മനുഷ്യർ. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർക്ക് എല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അടിപൊളിയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അടിച്ച് പൊളിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെയും, ഈ 2 കൂട്ടരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് മോശയിലൂടെ ദൈവം കൊടുക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഒന്നാം പാഠം, ദ ഫസ്റ്റ് ലെസൺ ഓഫ് ലൈഫ്, എന്താണ് ദൈവം പറയുന്നത്? നിങ്ങൾ ചെല്ലുന്ന നാട് മലകളും താഴ്വാരങ്ങളും ഉള്ളതാണ്. 2025 ഒന്നാം ദിവസം ദൈവം നമ്മളോട് പറയുകയാണ്, മക്കളെ, ജീവിതമെന്നാൽ ഉയർച്ചയും താഴ്ചയും ഉള്ളതാണ്. കല്ലുപ്പാറ വന്നിട്ട് ഞാൻ എന്താണ് മലയെന്നും എന്താണ് താഴ്വാരമെന്നും പറയേണ്ട. വളരെ സുന്ദരമായി മനുഷ്യ ജീവിതത്തിന്റെ സ്പർശനീയമായ തലത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ പാഠം ഇതാണ്: ലൈഫ് ഈസ് ഓൾവേസ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം എന്നാൽ ഉയർച്ചയും താഴ്ചയും ഉള്ളതാണ്. ഉയർച്ചകളിൽ അഹങ്കരിക്കരുത്, താഴ്ചകളിൽ അടിപതറിപ്പോകരുത്. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഉയർച്ചകളിൽ അമിതമായി അഹങ്കരിക്കുകയും താഴ്ചകളിൽ നിലനിൽക്കുവാൻ കഴിയാതെ അടിപതറി പൊട്ടിപ്പോകുകയും ചെയ്യുന്ന ഒരു ജീവിതമായി നമ്മുടെ കാലഘട്ടം മാറുകയാണ്. അതുകൊണ്ടാണ് ഏറെ സുന്ദരമായി ദൈവം പറയുന്നത്, ഇസ്രായേൽ മക്കൾ സമ്മിശ്രമായ വികാരങ്ങളുമായി നിൽക്കുന്ന ഇസ്രായേൽ മക്കളോട് പറയുന്നത്, മക്കളെ, ചെല്ലുന്ന നാട്ടിൽ മലകൾ ഉണ്ടാകും, പേടിക്കണ്ട, ഉയർച്ചയുണ്ടാകും. എന്നാൽ അതുപോലെ തന്നെ എന്തുമുണ്ടാകും? താഴ്ചകളും ഉണ്ടാകും. ഒരു പുതുവർഷത്തിൽ ഇതിൽ കൂടുതൽ എന്താണ് നമ്മളോട് ദൈവം പറയാനുള്ളത്? ഏതും മനഃശാസ്ത്ര വിചക്ഷണൻ പറയുന്നതിനേക്കാൾ സുന്ദരമായി സ്വർഗത്തിലെ ദൈവം പഠിപ്പിക്കുകയും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം,
ഇയ്യോബ് തന്റെ ഭാര്യയോട് പറയുന്നൊരു വാചകം അവിടെ ശ്രദ്ധേയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, അല്ലേ? പ്രത്യേകിച്ച് അഭയം പ്രാർത്ഥനാ സംഗമത്തിൽ വന്നിട്ടുള്ളവരോട് ഇയ്യോബിന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുന്നത് പോലെയാണ്. ഇയ്യോബിന്റെ ജീവിതത്തെക്കാൾ പ്രയാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള അനേകം ആളുകളുണ്ട്. ശരീരം മുഴുവൻ ചൊറി പിടിച്ച് തല മുതൽ പാദം വരെ ചൊറി ഒരു ഓട്ടിൻ കഷ്ണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചില ഭാര്യമാർക്കോ അല്ലെങ്കിൽ പങ്കാളികൾക്കോ ഭർത്താക്കന്മാർക്കോ ഉള്ള സ്വഭാവം പോലെ ഇയ്യോബിന്റെ ഭാര്യ വന്ന് ചൊറിയിൽ ചൊറിഞ്ഞു, അല്ലേ? അതാ ഏറ്റവും വലിയ പ്രശ്നം. എവിടെ ചൊറിഞ്ഞാലും എവിടെ ചൊറിയരുത്, ചൊറിയിൽ ചൊറിയരുത്. ഇയ്യോബിന്റെ ശരീരം മുഴുവൻ ചൊറിയ. അതിനെ ഒന്ന് സ്വാന്തനിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളത്? ഭാര്യയ്ക്കുള്ളത്. അത് തിരിച്ചു കുടുംബജീവിതത്തിൽ എപ്പോഴും അതിന്റെ ഒരു പ്രസക്തിയുണ്ട്. പങ്കാളിയുടെ സങ്കടങ്ങളെ പർവ്വതീകരിക്കാനില്ല, പങ്കാളിയുടെ സങ്കടങ്ങളിൽ സ്വാന്തനം കൊടുക്കേണ്ടുന്ന ഒരനുഭവവും ഉത്തരവാദിത്വവുമാണ് അത് ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഉള്ളത്. പക്ഷേ ഇയ്യോബിന്റെ ഭാര്യ ചെയ്തത് എന്താ? അവള് ചൊറിയിൽ ചൊറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തനിക്ക് വേറെ പണിയില്ലേ? താൻ ദൈവത്തെ വിളിച്ചുകൊണ്ട് നടന്നിട്ട് എന്നാ ഗുണമുണ്ടായി? ആ ദൈവത്തെ ത്യജിച്ചുകളാ. അതിന് ഇയ്യോബ് കൊടുക്കുന്ന മറുപടിയാണ് 2-ാം അധ്യായം 10-ാം വാക്യം. പ്രിയപ്പെട്ടവളെ, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്താ സംസാരിക്കുന്നത്? ദൈവത്തിൽ നിന്നും നാം നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൂടെ കൈക്കൊള്ളരുത്. നിങ്ങൾ എന്തു പറയുന്നു? ദൈവം നന്മ ചെയ്യും എന്നത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്, അല്ലേ? പക്ഷെ ദൈവം തിന്മ ചെയ്യുമോ? ദൈവം എന്തെങ്കിലും തിന്മ ചെയ്യുമോ? ഇല്ലെന്ന് എന്റെ ബോധ്യം. അതുകൊണ്ട് തന്നെയാ നമ്മുടെ വിവാഹ കൂദാശയിൽ 2-ാമത്തെ ക്രമത്തിലൊരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്: കർത്താവേ, നീ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനുമാണ്. നീ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരനുമാണ്. ദൈവം നന്മ ചെയ്യും, എന്ത് ചെയ്യില്ല? തിന്മ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മൂലഭാഷയിൽ അത് പരിശോധിക്കുമ്പോൾ അവിടെ നന്മ തിന്മ എന്ന വാക്കല്ല. അത് മലയാളത്തിൽ വന്ന ട്രാൻസ്ലേഷനിൽ വന്ന ഒരു ചെറിയ ഭാഷാപരമായ പിഴവാണ്. കാരണം ഒരിക്കലും ദൈവം തിന്മയുടെ വക്താവല്ല. ഒരിക്കലും ദൈവം നമുക്കാർക്കും തിന്മ ചെയ്യില്ല. പിന്നെ എന്താ ആ ഭാഷയിൽ കൃത്യതയുള്ളത്? നമ്മൾ മൂലഭാഷയിൽ പഠിക്കുമ്പോൾ നന്മ തിന്മ എന്ന വാക്കല്ല അവിടെ കാണുന്നത്. ഇയ്യോബ് ചോദിക്കുന്നത് ഇതാ: പ്രിയപ്പെട്ടവളെ, ദൈവത്തിൽ നിന്നും നാം രക്ഷ കൈക്കൊള്ളുന്നു, ശിക്ഷയും കൂടെ കൈക്കൊള്ളരുതോ? ഇതാണ് ഇയ്യോബ് ചോദിക്കുന്നത്. പക്ഷേ ഭാഷാ വിവർത്തനത്തിൽ അത് നന്മയും തിന്മയുമായി മാറി. ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്: ദൈവം നന്മ ചെയ്യും, ദൈവം എന്ത് ചെയ്യില്ല? തിന്മ ചെയ്യില്ല. തിന്മയുടെ വക്താവ് ആരാ? സാത്താനാ. അതുകൊണ്ട് ആ നോമ്പുകാലം തുടങ്ങുമ്പോ സാത്താന്റെ പേര് മാറും. നോമ്പുകാലം തുടങ്ങുമ്പോൾ സാത്താന്റെ പേരെന്താ? വലിയ നോമ്പ് തുടങ്ങുമ്പോൾ സാത്താന്റെ പേരെന്താ? നമ്മളെന്തിനാ നോമ്പ് നോക്കുന്നേ? നമ്മൾ നോമ്പ് നോക്കുന്ന എന്തിനാ? 5 കാനോനിക നോമ്പുകളുണ്ട്. 8 നോമ്പ് എക്സ്ട്രാ നോക്കും. ബുധൻ വെള്ളി ദിവസങ്ങളിൽ നോമ്പ് കാലമാ. എന്തിനാ നമ്മൾ നോമ്പ് നോക്കുന്നേ? മോശയും ഏലിയായും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു. ആരെ ജയിച്ചു? ആഗൽ കറുസായെ. നോമ്പുകാലം തുടങ്ങുമ്പോ സാത്താന്റെ പേരാണ് എന്ത്? ആഗൽ കറുസ. ഓക്കൽ കറുസോ എന്ന വാക്കിൽ നിന്നുമാണ് ആഗൽ കറുസ. ഓക്കൽ കറുസോ എന്ന് വെച്ചാൽ തിന്മയുടെ വക്താവ്.
തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവൻ, തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നവൻ. അതാണ് ഏത് വാക്ക്? ആഗൽ കരുസ. അപ്പൊ ദൈവം എന്തിന്റെ വക്താവല്ല? തിന്മയുടെ വക്താവല്ല. എന്നാൽ ഇവിടെ പറയുന്ന വാക്ക്, ദൈവത്തിൽ നിന്നും നാം രക്ഷ കൈക്കൊള്ളുന്നു, ശിക്ഷയും കൂടെ കൈക്കൊള്ളരുതോ. ദൈവം ശിക്ഷിക്കുമോ? ദൈവം ശിക്ഷിക്കുമോ? എന്തു പറയുന്നു? ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണോ? ദൈവം ശിക്ഷിക്കും. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം ജീവിതത്തെ കുറച്ചുകൂടെ നമുക്ക് പരുവപ്പെടുത്താം. ചില സംഘർഷങ്ങൾ വരുമ്പോൾ പതറാതെ നിൽക്കാൻ നമ്മെ അത് സഹായിക്കും. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തും പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തും എന്ന് നീ മനസ്സിൽ ധ്യാനിക്കണം. അതാണ് വന്ദനായ അച്ഛൻ ആദ്യം പറഞ്ഞത്. എപ്പോഴും സന്തോഷമല്ല. ചില ശിക്ഷകൾ തരുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, നമ്മെ തകർക്കാനല്ല. പിന്നെ എന്താ അവിടെ പറയുന്നത്? ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തും പോലെ ആരെന്ത് ചെയ്യും? ദൈവം ശിക്ഷിച്ചു വളർത്തും. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളിൽ വേദപുസ്തകം തരുന്ന കൃത്യമായൊരു മറുപടി ഇതാ. ഇത് വേണ്ടെന്ന സാത്താൻ പറയുന്നേ. സങ്കടങ്ങളെ ഒഴിവാക്കി തരാം. അതാണ് ആരുടെ പ്രേരണ? സാത്താന്റെ പ്രേരണ. വെളിച്ചദൂതനായ സാത്താൻ, അന്ധകാരത്തിന്റെ ദൂതനായ സാത്താൻ വെളിച്ചത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ വരും. നമ്മൾ വീണു പോകരുത്. ദുഃഖമില്ല, പ്രയാസമില്ല, സങ്കടമില്ല എന്ന് പറഞ്ഞ് അന്ധകാരത്തിന്റെ വേഷം ധരിച്ച സാത്താൻ എന്തു മാസ്ക് വെക്കും? വെളിച്ചത്തിന്റെ മാസ്ക് വെച്ചുകൊണ്ടുവരും. കൊരിന്ത്യ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നതാ. അതിൽ വീണു പോകരുത്. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തും പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തും. മാതാപിതാക്കളാണല്ലോ ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷിക്കാറുണ്ട്, അല്ലേ? ഇന്നത്തെ കാലത്തൊക്കെ ഒന്നും എനിക്കറിയില്ല. കാരണം ഇന്ന് പിള്ളേരെ പേടിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് പഴയ കാലത്തൊക്കെ നമ്മൾ ശിക്ഷിച്ചിട്ടുണ്ട്. എന്തിനാ ശിക്ഷിച്ചത്? നമ്മൾ നഷ്ടപ്പെട്ടു പോകാനാണോ? അല്ല. പിന്നെ എന്തിനാ? രക്ഷപ്പെടാനാ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചില മാതാപിതാക്കൾ ശിക്ഷിക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ രക്ഷപ്പെടത്തില്ല. അതിന് കാരണം എന്തറിയാമോ? ശിക്ഷിക്കുന്നവന് ശിക്ഷണമില്ലാത്തത് കൊണ്ട് രക്ഷയ്ക്ക് പകരം ശോഷണം ഉണ്ടാകും. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ഇല്ല. പ്രാർത്ഥിക്കാൻ ഓർഡർ കൊടുക്കും നമ്മളല്ലേ? പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാൻ നമ്മുടെ പിള്ളേർക്ക് ഓർഡർ കൊടുക്കും. സന്ധ്യയാകുമ്പോ അപ്പച്ചൻ ചാരികസറിലോട്ട് കിടന്നിട്ട് പറയും, എടാ പാട്ടുപാടി പ്രാർത്ഥിച്ചിടാന്ന് പറയും. കൊച്ചൻ ചാരികസരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കും, കർത്താവെ ഞാനും ഒരു അപ്പച്ചനായിരുന്നെങ്കിൽ. കാരണം അപ്പച്ചനായ പിന്നെ ചാരികസരെ കിടന്നാൽ മതി, പ്രാർത്ഥിക്കാൻ ഓർഡർ കൊടുത്താൽ മതി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ലളിതമായിട്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ രക്ഷപ്പെടും. നമ്മുടെ കാലഘട്ടത്തിന്റെ വലിയ പ്രതിസന്ധി മാതൃകാ ഭ്രംശമുണ്ടാകുന്ന ഒരു കാലഘട്ടം. ഞങ്ങളെ അച്ഛന്മാരെ നോക്കാറുണ്ട്. ശരിയാണ്, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് വളരെ വേഗം വൈറലാകുന്ന ഒരു കാലഘട്ടം. അതിന് സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ കൂടുതലാണ്. അച്ഛൻ ത്രോണോസിന്റെ മുമ്പിൽ നിന്ന്, മദ്ബഹായിൽ നിന്ന് വലിയ കാര്യങ്ങൾ പറയുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അതിന് പ്രചാരം ലഭിക്കുന്ന ഒരു കാലമാണ്. അത് ഞങ്ങൾ അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധയോടെ ഓർക്കണം. കാരണം ഈ വീരവാദം അടിച്ചാൽ മാത്രം പോരാ, അതിന് തക്കവണ്ണം ജീവിച്ചില്ലെങ്കിൽ അതിന് വളരെ വേഗം എന്ത് ലഭിക്കും? പ്രചാരം ലഭിക്കും.
ഇത് മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ശിക്ഷിക്കുന്നവർക്ക് എന്ത് വേണം? ശിക്ഷണം വേണം. ശിക്ഷണമുണ്ടെങ്കിൽ ശിക്ഷിച്ചാൽ എന്ത് ലഭിക്കും? രക്ഷ ലഭിക്കും. ഇവിടെ ആവർത്തന പുസ്തകം 8:5 പറയുകയാണ്, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തും പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തും എന്ന് നീ മനസ്സിൽ. സങ്കടങ്ങളുമായി വന്ന ചിലർക്കെങ്കിലും ഇതൊരു ആശ്വാസത്തിന്റെ ദൈവിക വാക്കുകളാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില സങ്കടങ്ങൾ തന്നത് നാം കുറച്ചുകൂടെ അവിടുത്തെ മക്കളായി തീരാനാണ്. ആ പുത്രത്വത്തിന്റെ ആത്മാവിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാനാണ്. എബ്രായ ലേഖനത്തിൽ ഇതിന് തത്തുല്യമായ ഒരു ചിന്ത പൗലോസ്ലീഹ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12-11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ എബ്രായ ലേഖനത്തിന്റെ യഥാർത്ഥ കണ്ടന്റും ഈ വാക്യവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഏറെ ശ്രദ്ധേയമായി, ഹൃദയസ്പർശിയായി അവിടെ പറയുകയാണ്, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടുന്നതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടുന്നതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തതിലോ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. ഒരു മനുഷ്യ ജീവിതത്തിന്റെ പരിച്ഛേദമാണ്. ഒരു സങ്കടം ദൈവം തരുമ്പോ അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയും 12 അധ്യായം 1 മുതൽ 10 വരെ ലോകം തരുന്ന വേദനയെ കുറിച്ചാണ് പറയുന്നത്. ദ പെയിൻ ഫ്രം ദി വേൾഡ്, ലോകം തരുന്ന വേദന. എന്ന 11 വാക്യത്തിൽ അവനോ ദൈവമോ എന്തിനാണ് ശിക്ഷിക്കുന്നത്? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടുന്നതിന് നമ്മുടെ ഗുണത്തിനായി. നമ്മുടെ ഗുണത്തിനായി. പ്രിയപ്പെട്ടവരെ, പൗലോ കൊയ്ലോ പറയുന്നൊരു വാചകം എങ്ങനെയാണ്? ഫോർ ഈച്ച് സഫറിംഗ് ദർ ഇസ് എ റിസൾട്ട്, ദർ ഇസ് എ റിവാർഡ്. ഓരോ കഷ്ടത്തിനും ഒരു റിസൾട്ട് ഉണ്ട്, ഒരു റിവാർഡുണ്ട്, ഒരു റിസൾട്ട് ഉണ്ട്. എന്നാൽ ആ റിവാർഡും റിസൾട്ടും കിട്ടണമെങ്കിൽ ദർ ഷുഡ് ബി എ റീസൺ, ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ഈ 3 വാക്കുകൾ മറക്കരുത്. റീസൺ, റിസൾട്ട്, റിവാർഡ്. ഇത് ഓരോ കഷ്ടങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മെ തളർത്താൻ ഉള്ളതല്ല, നമ്മെ ഉയർത്താൻ ഉള്ളതാണ്. 1994 അമേരിക്കയിൽ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറിയ, ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ഒരു ചലച്ചിത്രമാണ് ഫോറസ്റ്റ് ഗംപ്, GUMP, ഗംപ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം. ഇന്നത്തെ സിനിമയുടെ ഒന്നും പേര് പറയാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം ഇന്ന് വയലൻസ് കുറവാണെന്നാണ് നമ്മുടെ പിള്ളേർ പറയുന്നത്. വയലൻസ് കുറവാണെന്ന് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. ഇന്ന് സാഹിത്യത്തിന്റെ പേരിൽ, സ്വതന്ത്രമായ ആവിഷ്കാരത്തിന്റെ പേരിൽ പടച്ചുവിടുന്ന പലതും നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന ആഘാതം ആരും മനസ്സിലാക്കുന്നില്ല. ഇന്നലെ തൃശ്ശൂരിൽ ശക്തൻ തമ്പുരാൻ സ്ക്വയറിൽ ഒരു കൊലപാതകം നടന്നതൊന്നും ഇപ്പോ കേരളത്തിൽ അത്ര വലിയ വാർത്തയൊന്നുമല്ല. പക്ഷേ ഒരു 14 വയസ്സുകാരൻ ഒരു കൊലപാതകം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ മാനസിക നിലവാരം എന്താ? അതിന് വലിയൊരു കാരണം, ഇത് ലൈവായിട്ട് പോകുന്നു എനിക്കറിയാം, ചിലപ്പോൾ പൊങ്കാലയും കിട്ടുമെന്നും അറിയാം, എങ്കിലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പടച്ചുവിടുന്നത് സമൂഹത്തെ ഏറെ അപക്ഷയത്തിലേക്ക് പോവുകയാണ്. വയലൻസ് ഇല്ല എന്നാണ്, വയലൻസ് കുറവാണ് എന്നാണ് സിനിമകൾ കഴിഞ്ഞു വരുമ്പോ പിള്ളേർ പറയുന്നത്. കാരണം അവർക്ക് വയലൻസ് കാണണം. പണ്ടുകാലത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ TV കാണുമ്പോൾ പിള്ളേർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി. അവർ സിനിമയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, അവർക്ക് പെട്ടെന്ന് മനസ്സിലായി.
പണ്ടുകാലത്ത് ടി വിയിൽ ഒരു സീരിയൽ കാണുമ്പോ ഒരു കൊലപാതക ചിത്രം നമ്മൾ കണ്ട നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കൊച്ചുനാളിലാണെങ്കിൽ കഥകന്റെ പുറകെ പോയിരിക്കും. എന്നിട്ട് എത്തി നോക്കും. എന്നിട്ട് കണ്ണിങ്ങനെ വെച്ചിട്ട് പെതുക്കെ നോക്കും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരു വയലൻസ് അത് മാധ്യമത്തിലൂടെയോ സിനിമയിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയോ ടാബിലൂടെയോ കാണുമ്പോൾ അവർക്ക് യാതൊരു ചാഞ്ചല്യവുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത് പ്രവൃത്തി പന്ഥാവിൽ വരുത്തുവാനുള്ള ശ്രമം വളരെയധികമായിട്ടുണ്ടാകുന്നു. ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന സിനിമ ഒരു കോമഡിയുള്ള ഒരു സിനിമയാണ്. ഗംപ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അതിന്റെ പ്രധാനപ്പെട്ട ആ നായക വേഷം ഉള്ളത്. ആ സിനിമ ഇങ്ങനെ അവസാനിക്കുന്നത്. ഗംപിന്റെ ഒരു സംഭാഷണത്തോടെയാണ് ആ സിനിമ അവസാനിക്കുന്നത്. ഇങ്ങനെയാണ് ഗംപ് പറയുന്നത്: മൈ മമ്മ ഓൾവേസ് സേസ് ലൈഫ് ഈസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്. മൈ മമ്മ ഓൾവേസ് സേസ് ലൈഫ് ഈസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്. എന്ത് മനസ്സിലായി? നമ്മളിപ്പോ വലിയ കടകളിൽ നിന്ന് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചാൽ നമ്മൾ ഈ മുട്ടായി ചെറിയ പീടികയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്യാസ് മുട്ടായി പോലെ ഒരേ ആകൃതിയിലുള്ള ചോക്ലേറ്റ് ആണോ അതിനകത്തുള്ളത്? അല്ല. വ്യത്യസ്തങ്ങളായ റാപ്പുകൾ ചെയ്ത് വ്യത്യസ്തങ്ങളായ ആകൃതിയിൽ വ്യത്യസ്തങ്ങളായ ഫ്ലേവേഴ്സ് ഉള്ള ചോക്ലേറ്റാ കിട്ടുന്നേ. ഗംപ് പറയുക, മൈ മമ്മ ഓൾവേസ് സേസ് ലൈഫ് ഈസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്. I don't know which chocolate I get. എനിക്കൊരിക്കലും അസ്യൂം ചെയ്യാൻ കഴിയില്ല ഏതാണ് എനിക്ക് കിട്ടുന്നത് എന്ന്. ഏത് കിട്ടിയാലും അത് അതിൻ്റെതായ ആസ്വാദനത്തിൽ ശ്രദ്ധിക്കണം. ഏത് ചോക്ലേറ്റിനും അതിൻ്റെതായ ആസ്വാദനമുണ്ട്, അല്ലേ? കറുത്ത ചോക്ലേറ്റുകളുണ്ട്, വെളുത്ത ചോക്ലേറ്റ് ഉണ്ട്. കറുത്ത ചോക്ലേറ്റിന് അതിന് ഇച്ചിരി കയ്പ് രസമാണ്. അതിന് നമുക്ക് പെട്ടെന്ന് അത് ആസ്വദിച്ചിറക്കാൻ ഒക്കില്ല. പക്ഷേ അതും ആസ്വദിക്കേണ്ടുന്നതാണ്. ബിക്കോസ് ലൈഫ് ഈസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്. ഇത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ നന്മയോടെ പ്രേരിപ്പിക്കുവാൻ ഇടയാക്കും. ജീവിതം എന്നാൽ ഉയർച്ചയും താഴ്ചയും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എനിക്കും നിങ്ങൾക്കെന്ന് പറയാൻ ഞാൻ ആളല്ല, എനിക്കെന്ന് പറയാനൊക്കുള്ളൂ. കാരണം നിങ്ങളെക്കുറിച്ച് അങ്ങനെ അങ്ങ് തുറന്നു പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കുഴപ്പം, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തന്നിരിക്കുന്ന പലതും അതിൻ്റെ സുഖാസ്വാദനം ഇല്ലാതെ മറ്റു പലതിലേക്കും മറ്റു പലരിലേക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നത് കൊണ്ട് ലഭിച്ചതിനെ കുറിച്ച് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഒരിക്കലൊരു ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, ഗുരു, ജീവിതമാകുന്ന പരീക്ഷയിൽ മിക്ക പേരും തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? ജീവിതമാകുന്ന പരീക്ഷയിൽ മിക്ക പേരും തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? ഗുരു പെട്ടെന്ന് മറുപടി പറഞ്ഞു, അത് നോക്കി എഴുതുന്നത് കൊണ്ടാണ്. എന്താ? അത് നോക്കി എഴുതുന്നത് കൊണ്ടാണ്. സത്യത്തിൽ നമ്മൾ നോക്കി എഴുതുന്നത് എന്തിനാ? നമുക്കറിയാത്ത ഉത്തരമാണ് നമ്മൾ നോക്കി എഴുതുന്നത്, അല്ലേ? എഴുതാത്തവരാരെങ്കിലും ഉണ്ടോ? ഓ, പിന്നെ ഇപ്പൊ എങ്ങനെയൊക്കെ ഇരിക്കാൻ നമുക്കറിയാം. ഞാൻ നോക്കി എഴുതിയിട്ടുണ്ട്, മഹാത്മാഗാന്ധി നോക്കി എഴുതിയിട്ടുണ്ട്, പിന്നില്ലേ നമ്മൾ. അതുകൊണ്ട് നോക്കി എഴുതാത്തവരാരുമില്ല. പക്ഷെ നോക്കി എഴുതുന്നത് എന്തിനാ? ജയിക്കാനാ. പിന്നെങ്ങനെയാ തോറ്റുപോകുന്നേ? അപ്പൊ ശിഷ്യൻ വീണ്ടും ചോദിച്ചു, ഗുരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പൊ ഗുരു പറഞ്ഞു, അതെ, ഓരോരുത്തർക്കും അവരവർക്കുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരാളിന്റെ ഉത്തര പേപ്പറിൽ നോക്കി എഴുതുന്നതാണ് ജീവിതം തോറ്റുപോകാനുള്ള കാരണം. ഉദാഹരണം പറഞ്ഞാൽ, എനിക്കും ചോദ്യപേപ്പറുണ്ട്, അച്ഛനും ചോദ്യപേപ്പറുണ്ട്. നീറ്റ് പരീക്ഷയിലൊക്കെ നിങ്ങൾക്കറിയാം, മെയിൻ എക്സാമിനേഷനിൽ ചോദ്യങ്ങളെല്ലാം 1 to 30 or 1 to 50 ഒരേ ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിന്റെ ക്രമം മാറ്റിയിട്ടിരിക്കും. ഉദാഹരണം പറഞ്ഞ ജോജി അച്ഛന്റെ ചോദ്യം, ഒന്നാം ചോദ്യം
ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? അച്ഛന്റെ ഒന്നാം ചോദ്യം ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ഞാൻ എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് 1 നമ്പർ ഇട്ടിട്ട് ഞാൻ അച്ഛന്റെ പേപ്പറിൽ നോക്കി. കാരണം എനിക്ക് തൃപ്തിയില്ല എൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്. അച്ഛന്റെ പേപ്പറിൽ നോക്കിയിട്ട് അച്ഛന്റെ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഉത്തരക്കടലാസിൽ എഴുതി വെച്ചു. എൻ്റെ ചോദ്യം എന്താ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ശരിയായിട്ടുള്ള ഉത്തരം എന്താ? അത് മോദിജി എന്നാ എഴുതണ്ടേ, നരേന്ദ്രമോദി. അച്ഛന്റെ ചോദ്യത്തിന്റെ ഉത്തരം അച്ഛൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ദ്രൗപദി മുർമു. പക്ഷെ ഞാൻ എൻ്റെ ഒന്നാമത്തെ ചോദ്യ ഉത്തരം അച്ഛന്റെ ഉത്തരമാണ്. പിന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാ: എൻ്റെ കർത്താവേ, എൻ്റെ ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ഉത്തരം നരേന്ദ്രമോദിയാക്കി തീർക്കണേ. വല്ല ഗുണമുണ്ടോ? വെള്ളച്ചരട് കെട്ടിയാൽ മാറുവോ? അതൊക്കെ ഇപ്പോഴത്തെ പുതിയ ഫാഷനാണ് കേട്ടോ. അബദ്ധങ്ങൾ കാണിക്കരുത് കേട്ടോ. സ്പിരിച്വാലിറ്റി ഈസ് റിയാലിറ്റി. ആത്മീകത എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, അല്ലാതെ അയഥാർത്ഥമല്ല. വളരെ ലളിതമായി ഈ വെള്ളച്ചരട് മുതൽ ചില ആത്മീക നേതാക്കന്മാർ പാസ്പോർട്ടിൽ വിസ പതിപ്പിക്കുന്നത് വരെ അപകടപൂർണമായ പണകേന്ദ്രീകൃതമായ ഒരാത്മീക നിലവാരം. നിങ്ങളോട് ക്ഷമിക്കണം കേട്ടോ, ഇവിടെ വെള്ളച്ചരട് ഇല്ലെന്ന് എൻ്റെ ധാരണ. ഉണ്ടെങ്കിൽ എന്നെ വിളിക്കത്തില്ലെന്നല്ല ഉള്ളു, വേറെ ഒന്നുമില്ലല്ലോ. പക്ഷേ സ്പിരിച്വാലിറ്റി ഈസ് റിയാലിറ്റി. ആത്മീകത കപടതയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരിടേണ്ട സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടാലേ ഒക്കുകയുള്ളൂ. നമ്മൾ നേരിടേണ്ട ഓരോ വെല്ലുവിളികളും നമ്മൾ നേരിട്ടാലേ ഒക്കുകയുള്ളൂ. അതിന് മറ്റൊരാളിന്റെ ഉത്തരം എഴുതി വെച്ചാൽ നമ്മുടെ ഉത്തരത്തിന് ഉത്തരമുണ്ട്. പക്ഷേ ഉത്തരം ശരിയാണോ? അച്ഛന് ശരിയാ, പക്ഷെ എനിക്കത് ശരിയല്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ജീവിതത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ നേരിടാനുള്ള ഒരവസ്ഥയുണ്ടാകണം. 2025 നാം രൂപപ്പെടുത്തേണ്ടുന്ന ഒരു മൂല്യബോധം ഇതാ. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ ആകില്ല. പക്ഷെ ദൈവമേ, എന്തിലും നിന്റെ ഒരു കയ്യൊപ്പുണ്ടാകണമേ, നിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണമേ. ജീവിതമെന്നാൽ കാണിച്ച് ജീവിക്കലല്ല, ജീവിതമെന്നാൽ ഒളിച്ചോട്ടമല്ല, ജീവിതമെന്നാൽ ജീവിച്ച് കാണിക്കല. നോക്കുക, എത്ര വലിയ സൈക്കോളജിക്കൽ ട്രീറ്റൈസസ് ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഇസ്രായേൽ മക്കളെ, തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. മക്കളെ, ചെല്ലുന്ന നാട്ടിൽ മലകളും താഴ്വാരങ്ങളുമുണ്ട്. 2025 കുറിച്ചുള്ള ഒന്നാമത്തെ പാഠവും ഇതാണ്. ഈ വർഷം മലകളും താഴ്വാരങ്ങളുമുണ്ട്. മലകൾക്ക് മുമ്പിൽ അഹങ്കരിക്കേണ്ട, താഴ്വാരങ്ങൾക്ക് മുമ്പിൽ പൊട്ടിയൊന്നും പോകേണ്ട. തമ്പുരാന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ശ്ലീഹന്മാരെ ഒക്കെ കൂട്ടുപിടിച്ച്, കാരണം ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ സങ്കടം അനുഭവിക്കാത്ത ആരും പരിശുദ്ധന്മാരായി തീർന്നിട്ടില്ല. ഒരാളെ കാണിച്ചു തരാമോ? സങ്കടം അനുഭവിക്കാതെ പരിശുദ്ധരായി മാറിയ ഒരാളെങ്കിലും? അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ സംഘർഷങ്ങളിലൂടെ കടന്നുപോയ, കുരിശ് സ്വന്തമാക്കിയ കർത്താവും, വാള് ഹൃദയത്തിൽ വഹിച്ച അമ്മയും, ശൂലം തന്റെ നെഞ്ചിൽ തറച്ച് അത് സ്വീകരിച്ച പൗലോസും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ഒന്നാമത്തെ ചിന്ത ഞാൻ ചുരുക്കട്ടെ: ജീവിതമെന്നാൽ ഉയർച്ചയും താഴ്ചയുമുള്ളതാണ്. രണ്ടാമത്തതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ പ്രത്യാശയുടെ ആ ആഴത്തിലേക്ക് പോകുന്നത്. ഇസ്രായേൽ മക്കളോട് പറയുക, മക്കളെ, ചെല്ലുന്നിടത്ത് മലയും താഴ്വാരവും ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ ചിന്ത എന്താ? അത് യഹോവ പരിപാലിക്കുന്ന നാടാണ്. ദാറ്റ് ലാൻഡ് വിൽ പ്രൊവൈഡ് ദി ഓൾമൈറ്റി. ദൈവം പരിപാലിക്കുന്ന നാട്. ഇത് വെറുതെ പറയുകയല്ല കേട്ടോ. ദൈവം അതിന്റെ പ്രായോഗിക തലത്തിൽ 12ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? The eyes of your Lord God are always upon it from the beginning up to the end of the year. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും
നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഉണ്ട്. മക്കളെ, ഇന്ന് ജനുവരി 1 അല്ലേ? ഇന്നലെ ഡിസംബർ 31. ഇനിയും 2025 ഡിസംബർ 31 ആകുമ്പോൾ ഈ വർഷം അവസാനിക്കും. കുഞ്ഞുങ്ങളുടെ അച്ഛനും ചോദിച്ചോട്ടെ, 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെ എത്ര ദിവസമുണ്ട്? എത്ര ദിവസമുണ്ട്? ഹൗ മെനി ഡേയ്സ്? 365 നമുക്ക് കാൽ അരക്കാല് മുക്കാല് കാക്കാല് കളയാം. ബാക്കി എത്ര ഉണ്ട്? 365. ഇവിടെ എന്താ ദൈവം പറയുന്നേ? ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം? വെറുതെ പറയുകയല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ സത്യത്തിൽ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എത്ര ദിവസം? 365. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കയ്യിലുള്ള മലയാള വേദപുസ്തകത്തിൽ 217 പ്രാവശ്യം ഡയറക്റ്റായും 148 പ്രാവശ്യം ഇൻഡയറക്റ്റായും ഉപയോഗിക്കുന്ന വാക്കാണ് ഭയപ്പെടേണ്ട എന്നത്. എന്നാൽ ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കിന്റെ അർത്ഥം നോ ഓർ നോട്ട്. ഫോബു എന്ന വാക്ക് ഫോബിയയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എന്താ ഫോബിയ എന്ന് വെച്ചാൽ എന്തുവാ? ഫിയർ. വെരി ഗുഡ്. ഭയപ്പെട്ടിയാണ് കടിച്ചത് എന്നതിന്റെ ഏറ്റവും വലിയ സിംറ്റം എന്തുവാ? വെള്ളം കണ്ടാൽ പേടിക്കും. ഹൈഡ്രോഫോബിയ. ചിലർക്ക് ഇരുട്ടിനെ പേടിയുണ്ട്, ചിലർക്ക് ശബ്ദത്തെ പേടിയുണ്ട്. അങ്ങനെ ഫോബിയ എന്ന വാക്കിൽ നിന്നുമാണ് ഏതു വാക്ക് വന്നത്? ഫോബു എന്ന വാക്ക്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, 365 പ്രാവശ്യം പറയുക. എന്താ? പേടിക്കണ്ട. മലകളും താഴ്വാരങ്ങളുമാകട്ടെ, സങ്കടങ്ങൾ വരട്ടെ, എന്നാൽ എൻ്റെ ദൈവം തരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിലൂടെ കടക്കുമ്പോൾ അത് നിന്നെ ദഹിപ്പിക്കില്ല. വെള്ളത്തിലൂടെ കടത്തത്തില്ലെന്നൊന്നും പറയത്തില്ല കേട്ടോ. അങ്ങനെ യാതൊരു ഗ്യാരണ്ടിയുമായിട്ട് പോകരുത്. വെള്ളത്തിലൂടെ കടത്തും. ഇത് പറയുന്ന എന്നെയായിരിക്കും ആദ്യം വെള്ളത്തിലൂടെ കടത്തുന്നേ. ഇത് പറയുന്ന എന്നെയായിരിക്കും ആദ്യം തീയിലൂടെ കടത്തുന്നേ. പക്ഷെ ദൈവം തരുന്ന വാഗ്ദാനം ഇതാ: ഈ വെള്ളം നിന്റെ മീതെ കവിയില്ല. യു ക്യാൻ പാസ് ത്രൂ. നിനക്കത് വഴിയെ പോകാൻ കഴിയും. ആ തീ നിന്നെ ദഹിപ്പിക്കില്ല. ഈ വചനം തരുന്ന പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ അടിസ്ഥാനപ്പെടുത്തേണ്ടുന്നത്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയില്ല. ചതച്ചൊന്ന് വരും, പക്ഷെ ഓടിക്കത്തില്ല. അവസാനത്തെ തിരിയായി കത്തിയെന്ന് വരാം. ഇപ്പൊ കെടും എന്ന് വിചാരിച്ചേക്കാം, പക്ഷേ അവൻ കെടുത്തിക്കളയില്ല. ഇതാണ് ദൈവം തരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ പ്രത്യാശ. മക്കളെ, ചെല്ലുന്ന നാട്ടിൽ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞാൻ കൂടെയുണ്ട്. അമ്മ സ്വീകരിച്ച ദൈവബന്ധം അതല്ലേ? മാതാവിനെ കുറിച്ചുള്ള അച്ഛൻ പറഞ്ഞതുപോലെ പെരുന്നാളുകളൊക്കെ നടത്തും. അമ്മ പഠിപ്പിച്ച ദൈവബന്ധത്തിന്റെ പാഠമിതാ: ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ദൈവം എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. നമുക്കും ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ട് പോകാം. ഇതൊന്നും മനസ്സിൽ ഉൾക്കൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം. കർത്താവേ, നീ എന്റെ കൂടെ ഉണ്ടായാൽ മതി. ഇതിന് തത്തുല്യമായ ഒരു ചിന്ത നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. കർത്താവ് താൻ പറയുന്ന ചില വാക്കുകൾ, ചില പ്രതീക്ഷകൾ, ചില വാഗ്ദാനങ്ങൾ. ജോൺ ബെനിയൻ എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം എഴുതിയ ആള്. അദ്ദേഹം പറയുന്നത്,
there are 30,000 promises are in the Bible. വേദപുസ്തകത്തിൽ 30,000 വാഗ്ദാനങ്ങളാണ് ഉള്ളത്. ഒരു ദിവസം ഒരു പേജ് വായിച്ചാൽ ഒരു വാഗ്ദാനം നമുക്ക് ഉള്ളിൽ സംഗ്രഹിക്കാൻ സാധിക്കും. ഒരു ദിവസം ഒരു പേജ് വായിച്ചാൽ, കാരണം 30,000 വാഗ്ദാനങ്ങൾ. ഇതൊന്നും വ്യാജമല്ല. സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് പോലെ വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, ദൈവം ഉറപ്പ് തരുന്നവനാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 30-ാമത്തെ വാക്യം, അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. എന്തോ അതിന്റെ അർത്ഥം? വേദപുസ്തക വ്യാഖ്യാതാക്കള് അതിസുന്ദരമായി ഇതിന് ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. സെമിനാറിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമന്ററിയാണ് വില്യം ബാർക്ക്ലെയുടെ ഒരു കമന്ററി. അതിനകത്ത് അദ്ദേഹം തരുന്ന ഒരു വ്യാഖ്യാനം, ആ വ്യാഖ്യാനം എനിക്ക് കുറച്ചുകൂടെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. മൈ യോക്ക് ഈസ് ഈസി. യേശുദമ്പുരാൻ തൻ്റെ 12-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ എങ്ങനെയായിരുന്നു ജീവിച്ചത് എന്ന് ലൂക്കോസ് എവങ്കലിസ്ത ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്. അവൻ തൻ്റെ അമ്മയപ്പന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. അപ്പന്റെ പണി എന്താ? തച്ചനാണ്. അതുകൊണ്ട് തന്നെ വളർത്തപ്പനായ ജോസഫിന്റെ കൂടെ തച്ചപ്പണിക്ക് യേശുദമ്പുരാൻ അതിന്റെ കൂടെ പ്രവർത്തിച്ചു. അന്ന് നസ്രയത്തിൽ അനേകം തച്ചന്മാരുണ്ട്. കൃഷിക്കാരുടെ നാടാണത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളിലൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഉപമകളും കഥകളുമൊക്കെ വന്നിട്ടുള്ളത്. കാരണം ഒരു സ്വാഭാവിക സാധാരണ ജീവിതം നയിച്ചയാളാണ്. അന്ന് നസ്രയത്തിൽ ഒത്തിരി തച്ചന്മാരുണ്ട്. അവർ നുകം ഉണ്ടാക്കി വെക്കും, റെഡിമെയ്ഡ്. നുകം എന്താന്ന് വെച്ചാൽ മനസ്സിലായോ? നുകം പിള്ളേർക്ക് മനസ്സിലായോ? നീ DPP കാണിക്കണോ ഇനി? ലുക്ക്, ദിസ് ഇസ് എ നുകം. നമ്മുടെ ആരാധനയിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കാണ് നുകം. നമുക്കറിയാം വിവാഹ കൂദാശ ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ? വിവാഹ കൂദാശ, അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ കല്യാണങ്ങളാണ്. വിവാഹ കൂദാശയ്ക്ക് മലയാളത്തിൽ വിവാഹ കൂദാശ എന്നാണ് പേര് പറയുന്നതെങ്കിൽ സുനിയാനി പറയുന്ന വാക്ക് സുവോഗോ എന്ന വാക്കാണ്. സുവോഗോ. സുവോഗോ എന്ന വാക്കിന്റെ അർത്ഥം നുകം എന്ന് വെച്ചാൽ കൃഷി ചെയ്യാനുള്ളൊരു നുകം ചെറുക്കന്റെയും പെണ്ണിന്റെയും കഴുത്തി വെച്ചിട്ട് സഭ വിടുകയാണ്. അതാണ് നുകത്തിന്റെ കൂദാശ. സുവോഗോ. നിങ്ങൾ തിരുമേനിമാരെ കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ തലയിൽ എത്ര കുരിശുണ്ട്? 12 കുരിശുണ്ട്. 12 13 കുരിശ്. ഇതെപ്പോഴാ സ്വീകരിച്ചത്? റംബാച്ചനായപ്പോ. അപ്പൊ കുരിശ് തോളിലും തലയിലും വെച്ചു. ആ ശുശ്രൂഷയുടെ പേരും സുവോഗോ എന്നാണ്, നുകം. മലാഖി പ്രവാചകൻ തന്റെ പുസ്തകം എഴുതുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന വാക്ക് പ്രവാചകം. മസ എന്ന വാക്കിന്റെ അർത്ഥവും നുകം. അപ്പൊ നുകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീയതയിൽ, നമ്മുടെ ലിറ്റർജിയിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ക്രിസ്തു അന്നത്തെ തച്ചന്മാരെല്ലാം എന്ത് ചെയ്യും? നുകം ഉണ്ടാക്കി വെക്കും. റെഡിമെയ്ഡാ, ചെല്ലുക, മേടിക്കുക. പക്ഷെ നസ്രത്തിൽ വ്യത്യസ്തനായ ഒരു തച്ചനുണ്ട്. അവന്റെ പേര് യേശു. അവന് അങ്ങനെ നുകം ഉണ്ടാക്കി വെക്കില്ല. ആരെങ്കിലും ഒരു നുകം വാങ്ങിക്കാൻ അദ്ദേഹത്തിന്റെ ആലയിൽ ചെന്നാൽ അദ്ദേഹം ആദ്യം പറയും, എനിക്ക് ഉരുവിനെ കാണണം. ഏതു മൃഗത്തിന്റെ കഴുത്തിലാണോ ഈ നുകം വെക്കേണ്ടുന്നത്, എനിക്ക് ആ മൃഗത്തെ കാണണം. അതിന് വഹിക്കുവാൻ കഴിയുന്ന ഭാരമുള്ള നുകം മാത്രമേ ഞാൻ പണിയുള്ളൂ. നോക്കുക, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത ഒന്നും അവൻ നമുക്ക് തരത്തില്ല. നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതേ തരുകയുള്ളൂ. ഒരിക്കലും ജീവിതത്തെ നമ്മൾ തളർത്തിക്കളയേണ്ട. പൗലോസ്ലീഹ കൊരിന്ത് ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ടി വരില്ല. ദൈവം വിശ്വസ്തനാണ്.
നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടുന്നതിന് പരീക്ഷയോടുകൂടി പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവം കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. ലളിതമെന്ന് ചിന്തിക്കുമ്പോഴും ഹൃദയത്തിൽ അതാവാഹിച്ച് ഈ 2025 ആദ്യ ദിവസം നമുക്ക് മടങ്ങാം. ദൈവം കൂടെയുണ്ട്, അവനൊരിക്കലും കൈവിടില്ല. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു. പിന്നെ ഞാൻ എന്തിനാ ഇത്ര വലിയ ആകുലതയിലൂടെ കടന്നു പോകുന്നത്? നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. വിശുദ്ധ യോഹന്നാൻ 10-ാം അധ്യായം 7-ാം വാക്യം എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ആടുകളുടെ വാതിലാകുന്നു. വല്ലതും മനസ്സിലായോ? ഞാൻ ആടുകളുടെ, ഐ ആം ദ ഡോർ ഓഫ് ദി ഷീപ്പ് എന്ന് വെച്ചാൽ എന്തോ? വാലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകും, തലയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. ഈ വാതിലെന്ന് വെച്ചാൽ എന്തോ? ആടുകളുടെ വാതിൽ ഞാനാ. അതിന്റെ അർത്ഥം എന്താ? ഞാൻ വാതിലാകുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. 7 ഞാൻ ഐ ആം സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ആകുന്നു, അതിലൊന്നാ ഞാൻ വാതിലാകുന്നു. ഈ ആടുകളുടെ വാതിലാകുന്നു, അതിന്റെ അർത്ഥം എന്താ? ഇത് മനസ്സിലാക്കണമെങ്കിൽ പലസ്തീനിലെ ഇടയന്മാരെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇടയന്മാര് ഈ ആടുകളുമായി വനാന്തർ ഭാഗത്തേക്കൊക്കെ പോകും. പലസ്തീൻ നിങ്ങൾക്കറിയാം, ഒരു മരുഭൂമി സമാനമായ സ്ഥലമാണ്. വളരെ കുറച്ചു മാത്രമേ ഈ ആടുകൾക്കുള്ള തീറ്റ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആടുകളെയും കൊണ്ട് ഉൾക്കാടുകളിലേക്കൊക്കെ പോകേണ്ടി വരും. എല്ലാ ദിവസവും ആടുകളെ കൊണ്ടുപോയിട്ട് തിരിച്ച് ആലയിൽ കൊണ്ടുവരുവാൻ കഴിയില്ല. ചിലപ്പോ ഉൾക്കാടുകളിൽ ഈ ആടുകളെ കൊണ്ട് രാത്രി കഴിയേണ്ടി വരും. അപ്പോൾ ഇടയൻ ചെയ്യുന്നത്, ചെറിയ ഗുഹകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗുഹയ്ക്കകത്ത് ആടുകളെ പാർപ്പിക്കും. അതുകൊണ്ടാണ് ഇടയന്റെ കയ്യിൽ വടിയുമുണ്ട് കോലുമുണ്ട്. ഇത് രണ്ടും ഒന്നാണോ? വടിയും കോലും ഒന്നാണോ? 23-ാം സങ്കീർത്തനത്തിൽ വടിയും, എൻ്റെ ഇടയന്റെ കയ്യിൽ വടിയും കോലും ഉണ്ട്, രണ്ടും ഒന്നാണോ? മൂവാറ്റുപുഴയ്ക്ക് വടക്ക് വടിക്ക് പറയുന്ന പേര് കോലെന്നാ. എൻ്റെ അനുജന്റെ ഭാര്യ പെരുമ്പാവൂരുകാരിയാണ്. അപ്പൊ അവൾ ആദ്യം വീട്ടിൽ വന്നിട്ട് എപ്പോഴും കോലെന്ന് പറയും. ഞങ്ങൾ വടി എന്ന് പറയുമ്പോൾ അവൾ കോലെന്ന് പറയും. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി, ഇത് രണ്ടും എന്തോ ഈ സാധനം? വടിയും കോലും നമ്മുടെ ഭാഷയിൽ പറയുന്നത് പോലെ രണ്ടായിട്ട് പറയുന്നതല്ല. സങ്കീർത്തനത്തിൽ പറയുന്ന വടിയും കോലും രണ്ടും രണ്ടാ. വടിയെന്ന് പറയുന്നത് ശിക്ഷിക്കാനുള്ളതാ, ആടിനെ അടിക്കാനുള്ളതാ. കോലെന്ന് പറയുന്നത് രക്ഷിക്കാനുള്ളതാ. ആടിനെ രക്ഷിക്കാനുള്ളതാണ് എന്ത്? കോല്. അതാണ് നമ്മുടെ തിരുമേനിമാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന വടിയല്ല. നിങ്ങൾ പെട്ടെന്ന് നമ്മൾ അംശവടിയേക്കാൾ കൂടുതൽ അത് രക്ഷയുടെ വടിയാ. ചില ആടുകൾ എന്ത് ചെയ്യും? കുഴി ചാടും. അപ്പോ ഇടയൻ ഈ കോല് കുത്തി കുഴിയിലിറങ്ങി ആടിനെ തോളയിലിട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഇടയനായിരുന്നു മോശ. ഏതാട് കുഴി ചാടിയാലും ഇങ്ങനെ ആടുകളെ രക്ഷിച്ചുകൊണ്ട് വരും. അപ്പൊ സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോ തന്റെ ജനത്തെ ഇതുപോലെ നടത്തുവാൻ ഇത്രയും പ്രാപ്തനായ ഒരു വ്യക്തിയെ കണ്ടില്ല. അതുകൊണ്ടാണ് മോശയെ ദൈവം വിളിച്ചത് എന്നൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഇടയന്റെ കയ്യിൽ വടിയും കോലും ഉണ്ട്. ഇടയൻ ഈ ഗുഹയ്ക്കകത്തേക്ക് ആടുകളെ കടത്തും. എന്നിട്ട് ഗുഹ അടയ്ക്കണ്ടേ? അടച്ചില്ലെങ്കിൽ എന്നാ പറ്റും? ചില ആടുകള് ചാടി സെക്കൻഡ് ഷോയ്ക്ക് പോകും. നമ്മുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവിടെയും ചാടി ഇവിടെയും ചാടി. ഇടയന്റെ എല്ലാ പരിലാളനവും ഏറ്റുവാങ്ങിയിട്ടും ചില നിമിഷങ്ങളിൽ ചാടിപ്പോകുന്നവരുണ്ട്. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ദൈവത്തിന്റെ എല്ലാ പരിലാളനവും ലഭിച്ചിട്ട് 31-ാം തീയതി ഒന്ന് കൂട്ടുകൂടാൻ വേണ്ടി കിളപ്പിപ്പോയിട്ടുള്ള കക്ഷികളുണ്ട്. ഇവിടില്ല, എങ്ങോട്ടൊക്കെ ഉണ്ട്. എല്ലാ പരിലാളനവും ലഭിച്ചിട്ടും മറന്നുപോകുന്ന ചില മനുഷ്യർ പോട്ടെ. അപ്പോ ചില ആടുകൾ എന്നെ ചെയ്യും? ഇറങ്ങിച്ചാടും. ചിലപ്പോ വന്യമൃഗങ്ങൾ ഈ ഗുഹയ്ക്കകത്ത് കയറും. വാതിലില്ലല്ലോ, വാതിലുണ്ടാക്കാനും കഴിയില്ല. ആ ഇടയൻ ആ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ ഒരു വശത്ത് തന്റെ വടിയും മറുവശത്ത് തന്റെ കോലും വെച്ചിട്ട് ഇടയൻ ആ പ്രവേശന കവാടത്തിൽ നെടുനെട കിടക്കും. ഈ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഒന്ന് ധ്യാനിച്ചാൽ നോക്കാം, ഒന്ന് ധ്യാനിച്ചാൽ തിരിച്ചറിയാം.
പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ വാതിക്കലും അവൻ കാവൽ കടന്നിട്ടുണ്ട്. പലപ്പോഴുമല്ല, എല്ലായ്പ്പോഴും. ചിലപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിയാതെ പോയി. ഞാൻ ചാടിയിട്ടുണ്ട്. അവൻ്റെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ചാടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം അവൻ്റെ ഇടനെഞ്ച് ചവിട്ടിയ, അവൻ്റെ നെഞ്ച് ചവിട്ടിയ ഞാൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപമൊക്കെ ചെയ്യുമ്പോൾ നമ്മളാരും ചിന്തിക്കരുത് ശാപം വരും, അത് വരും, ഇത് വരും. സ്നേഹമുള്ള ദൈവം അതൊന്നും തരത്തില്ല. പക്ഷേ ഓരോ പാപങ്ങളും അവൻ്റെ ഇടനെഞ്ച് ചവിട്ടുന്നതാണ് എന്നത് നാം മറക്കരുത്. ആ ഗുഹയുടെ വാതിക്കൽ അവൻ കാവൽ കിടക്കുന്നുണ്ട്. 2024 കിടന്നിട്ടുണ്ട്. 2025 അവിടുന്ന് തരുന്ന വാഗ്ദാനം ഇതാണ്: കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ വാതിക്കൽ ഞാനുണ്ടാകും. നിന്റെ ജീവിതത്തിന്റെ വാതിക്കൽ ഞാനുണ്ടാകും. വെറുതെ അങ്ങ് പോകരുത് കേട്ടോ. അവനെ പ്രതീക്ഷയോടെ സ്വീകരിച്ച് തിരിച്ചു പോകാൻ കഴിയണം. ചില സങ്കടങ്ങൾ ഉണ്ടാകും, പക്ഷേ അവിടെയും ആ വാതിക്കൽ അവനുണ്ട്. ഒന്നാമത്തെ ചിന്ത, ജീവിതമെന്നാൽ ഉയർച്ചയും താഴ്ചയും. രണ്ടാമത്തെ ചിന്ത, അത് ദൈവം പരിപാലിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, കമ്പിവാചകങ്ങളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. മൂന്നാമതായി, ഇസ്രായേൽ മക്കളോട് ഒരു ഡിമാൻഡ് മാത്രമേ ദൈവം പറയുന്നുള്ളൂ. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യം. ഒന്നാമത്തത്, ജീവിതമെന്നാൽ ഉയർച്ചയും താഴ്ചയുമുള്ളത്. രണ്ടാമത്തത്, അത് ഞാൻ നോക്കിക്കൊള്ളാം, എൻ്റെ കണ്ണ് ഉണ്ട്. 365 പ്രാവശ്യവും ഓരോ ദിവസങ്ങളിലും അവൻ പറയും, ഭയപ്പെടേണ്ട, ഞാൻ കൂടുണ്ട്. വെള്ളത്തിലൂടെ നീ കടക്കേണ്ടി വരും, പക്ഷെ ഞാൻ കൂടുണ്ട്. ഞാൻ നിന്റെ ജീവിതത്തിന്റെ വാതിൽ കാവൽക്കാരനായി, ആ വാതിലായി തന്നെ ഞാനുണ്ട് എന്ന പ്രതീക്ഷ. മൂന്നാമത്, only one demand, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഈ വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന only one demand. അതിനോട് ചേർന്നാണ് നമ്മുടെ ജീവിതം മുഴുവൻ. നമ്മൾ കൊടുക്കേണ്ടുന്നതെല്ലാം ആ ഡിമാൻഡിനോട് ചേർന്ന. അത് വ്യത്യസ്തങ്ങളായ തലങ്ങളിലൊക്കെ പറയാറുണ്ട്, പക്ഷെ only one demand. എന്താണ്? ആവർത്തനം 15-15. നീ മിസ്രൈമിൽ അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തു എന്നതും നീ ഓർക്കണം. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. സമയം കിട്ടിയ ഈ ആഴ്ച തന്നെ ആവർത്തന പുസ്തകം വായിക്കണം. 8-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തരളിതമാകും. നീ കുഴിക്കാത്ത കിണറുകളും നീ പണിതിട്ടില്ലാത്ത വീടുകളും നീ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും നീ കഷ്ടപ്പെട്ടിട്ടില്ലാത്തതൊക്കെ നീ അനുഭവിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്കിത് തന്നതാണ് എന്നത് നീ മറക്കരുത്. ഇസ്രായേലെ കേൾക്കുക, ക്ഷേമ ഓർ ഇസ്രായേൽ, നിന്റെ കൈത്തണ്ടയിൽ ഇത് കെട്ടണം, നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, നിന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സർവശക്തനും വല്ലഭനുമായ ദൈവം നമ്മളെ വിളിപ്പിച്ചു. നമ്മൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. വി ആർ വണ്ടറിങ് അരമൈൻസ്. നമ്മൾ ഇങ്ങനെ പോകുന്ന അരമ്യരായിരുന്നു. പക്ഷേ ദൈവം നമ്മെ വിടുവിച്ചു. ദർ ഇസ് ഓൺലി വൺ ഡിമാൻഡ്. നീ മിസ്രൈമിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തു എന്നതും നീ ഓർക്കണം. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിൽ വൈ വി ഹാവ് ടു വർഷിപ്പ്, വൈ വി ഹാവ് ടു പ്രേ, നമുക്ക് ഈ പെർസ്പെക്റ്റീവ് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ആരെ വിളിക്കും? ദൈവത്തെ വിളിക്കും. അല്ല, നമ്മുടെ പെർസ്പെക്റ്റീവ് അതല്ല. ഓരോ വിശുദ്ധ കുർബാനയിലും പട്ടക്കാരൻ തുയ്യോബയ്ക്ക് കയറും. നിങ്ങൾക്കറിയാം, ഈ ഭാഗത്ത് നിന്ന് അച്ഛനൊരു പുസ്തകം തുറന്ന് തക്സ തുറന്ന് ചില പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞിട്ടാണ് ഈ ഭാഗം മുത്തി അകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്താ അവിടെ പ്രാർത്ഥിക്കുന്നറിയാമോ? കർത്താവേ, ജ്ഞാനത്തോടും ഭക്തിയോടും നല്ല ആത്മീക ഒരുക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുസന്നതിയിൽ നിന്നുകൊണ്ട് സകലത്താലും ആരാധിക്കപ്പെടേണ്ട നാഥനും സ്രഷ്ടാവും എന്ന നിലയിൽ പിതൃപുത്ര പരിശുദ്ധ റൂഹായായ നിന്നെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. പ്രാർത്ഥന ആവശ്യങ്ങൾ നേടിയെടുക്കലല്ല. പ്രാർത്ഥന നമ്മുടെ സ്രഷ്ടാവായ ദൈവത്തെ
ശുശ്രൂഷിക്കുന്നതാ, സേവിക്കുന്നതാ. അതാണ് നമ്മുടെ ആരാധന. നമുക്കറിയാം, സമയം പോകുന്നത് എനിക്ക് അറിയാമെങ്കിലും ഞാൻ പറഞ്ഞ് പെട്ടെന്നങ്ങ് പോകുകയാണ്. ദൈവം 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു. 6-ാം ദിവസം ആരെ ഉണ്ടാക്കി? സൃഷ്ടിയുടെ കേന്ദ്രമായ മനുഷ്യനെ. 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥനായിരുന്നു. എന്താ അർത്ഥം? ദൈവം സ്വസ്ഥനായിരുന്നു എന്ന് വെച്ചാൽ ദൈവം ഒരു ഈസി ചെയറിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങിയെന്നോ? അതോ നമ്മളിപ്പോ ഇന്ന് കാണുന്നത് പോലെ 4 കുർബാന ഒരേ സമയം ലൈവായിട്ട് കണ്ടെന്നോ? ദൈവം എന്ത് സ്വസ്ഥനായിരുന്നു? 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. എന്റെ അർത്ഥം എന്തുവാ? ഇന്ന് 2 പിതാക്കന്മാരുടെ ഓർമ്മ ദിവസവും കൂടെ. ആരൊക്കെയാണെന്നറിയാമോ? നിസായിലെ ഗ്രിഗറിയുടെയും കൈസറിയയിലെ മോർ ബസേലിയോസിന്റെയും. ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെ ദൈവം മനുഷ്യനായി മാറി എന്നത് ലോജിക്കലായി എക്സ്പ്ലെയിൻ ചെയ്ത 2 പിതാക്കന്മാരാ. അവരില്ലായിരുന്നെങ്കിൽ ഇത് വെറും ഒരു അമ്മൂമ്മ കഥയുള്ള ഒരു കൂട്ടമായിട്ട് നമ്മൾ മാറിയേനെ. അവരാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അവരുടെ എക്സ്പ്ലനേഷനാണ് വിശ്വാസ പ്രമാണത്തിന്റെ 2-ാം ഖണ്ഡിക. അറിയാമോ? പിന്നെ ഈച്ചക്കുട്ടി കടൽ കയറുന്ന പോലെയാ ഇന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തീർക്കുന്നേ. ഭൂന്നൊരു പോക്ക് പോകും. ഇത് എവിടെ തുടങ്ങുന്നു, എവിടെ പോകുന്നു, എവിടെ തീരുന്നു എന്ന് ആർക്കും അറിയത്തില്ല. കൊയറ് മാത്രം ചൊല്ലാനുള്ളതല്ല എന്ത് വിശ്വാസ പ്രമാണം. പൗലോസ്ലീഹ റോമലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു എന്റെ രക്ഷിതാവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ. ബാക്കി അതിന് ശബ്ദമില്ല. ബാക്കി എന്തുവാ? യേശു ക്രിസ്തു രക്ഷിതാവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? മുക്കിയേ വരുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടവരാണോ? പ്രിയപ്പെട്ടവരെ, സംശയിക്കരുത് കേട്ടോ. നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതി ലോജിക്കലായി എക്സ്പ്ലെയിൻ ചെയ്തവരാണ് നിസായിലെ ഗ്രിഗോറിയോസും കൈസറിയയിലെ ബസേലിയോസും നാസിയാൻസിലെ ഗ്രിഗോറിയോസും. അതുകൊണ്ട് ആ പിതാക്കന്മാരെ എന്ത് വിളിക്കുന്നത്? കപ്പദോക്കിയൻ പിതാക്കന്മാർ. അവരാണത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം, പ്രമാണം വൃത്തിയായി ചൊല്ലുന്നത് തന്നെ നമ്മളെ എന്തിലേക്ക് കൊണ്ടുവരും? ക്രിസ്തു സംഭവത്തിന്റെ ആവിഷ്കാരം നടത്തി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. ഇത് മറക്കരുത്. അതുകൊണ്ട് വൃത്തിയായിട്ട് ചൊല്ലണം. ആ പിതാക്കന്മാരുടെ ഓർമ്മയെ ഞാനിത് ഇത്രയും പറഞ്ഞതിന്റെ കാരണം അതിൽ ഗ്രിഗറി ഓഫ് നിസ്സ അദ്ദേഹം ദൈവം റെസ്റ്റ് എടുത്തതിനെ കുറിച്ച് ഒരു വ്യാഖ്യാനം എങ്ങനെയാ തരുന്നത്? ദൈവം വിശ്രമിച്ചു. ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം കിടന്ന് ഉറങ്ങിയെന്നല്ല. പിന്നെ 6-ാം ദിവസം താൻ ഉണ്ടാക്കിയ മനുഷ്യന്റെ മടിയിൽ തലവെച്ച് ദൈവം കിടന്നു. മനുഷ്യൻ ദൈവത്തെ പരിപാലിച്ചു. 6-ാം ദിവസം താൻ ഉണ്ടാക്കിയ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ മടിയിൽ ദൈവം തലവെച്ചുറങ്ങി. മനുഷ്യൻ ദൈവത്തെ ശുശ്രൂഷിച്ചു. അതാണ് കുർബാന. അതുകൊണ്ട് ആ കുർബാന തുടങ്ങുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്, സകലത്താലും ആരാധിക്കപ്പെടേണ്ട നാഥനും സൃഷ്ടാവും എന്ന നിലയിൽ പിതൃപുത്ര പരിശുദ്ധ റൂഹായാം ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നമ്മുടെ ആരാധന ദൈവത്തെ ശുശ്രൂഷിക്കുന്നതാ. കാര്യം വരുമ്പോൾ എടുത്തണിയുന്ന ഒരാഭരണമല്ല ദൈവം. ആവശ്യങ്ങൾ വരുമ്പോൾ എടുകൊടുക്കെ ചോറും കറിയും എന്ന് പറയുമ്പോൾ തരുന്ന ഒരാളല്ല ദൈവം. ദൈവം, ഞാൻ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിയമിതനായവന്. ഇറ്റ് ഈസ് മൈ ഒബ്ലിഗേറ്ററി ഡ്യൂട്ടി. ഇത് ഔദാര്യമല്ല. ഇത് മനസ്സിലാക്കിയ ആരാധന തുടങ്ങുമ്പോൾ പള്ളി വരും. ഇത് മനസ്സിലാക്കിയാൽ പള്ളിക്കകത്ത് സ്ഥലമുണ്ടെങ്കിൽ നിശബ്ദമായി പ്രാർത്ഥനയോടെ നിൽക്കും. അനുതാപത്തിന്റെ മനസ്സുണ്ടാകും. ഇന്ന് അടിപൊളിയുടെ മനസ്സാണ് ദേവാലയ അന്തരീക്ഷത്തിൽ. ദേവാലയങ്ങളുടെ അന്തരീക്ഷം ഇന്ന് ദേവാലയത്തിന് വെളിയിലുള്ള അന്തരീക്ഷത്തെക്കാൾ മലീമസമായിരിക്കുകയാണ്. ഒന്ന് കൂടാൻ, ഒന്ന് കളിക്കാൻ, ഒന്ന് ചാടാൻ, ഒന്ന് ആടാൻ, അതിനായി പള്ളി. അതിനാണോ പള്ളി?
നമ്മൾ കൂടി വരുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കാന്. അതുകൊണ്ട് ഈ പെർസ്പെക്റ്റീവ് മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ആരാധനയുടെ മുഴുവൻ പ്രാർത്ഥനകൾ, അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കും, ഓർത്തഡോക്സുകാർക്ക് വിഷയം വെച്ചുള്ള പ്രാർത്ഥന ഇല്ലല്ലോ എന്ന്. അതിനല്ല പ്രാർത്ഥിക്കുന്നത്, വിഷയം വെക്കാനല്ല. പിന്നെ എല്ലാറ്റിന്റെയും ഉപരിയായ തമ്പുരാനെ സ്തുതിക്കാനാ. അതുകൊണ്ട് അച്ഛൻ പ്രമിയോൻ ആരംഭിക്കുമ്പോൾ ചൊല്ലുന്നത് സ്തുതിയും സ്തോത്രവും. ബാക്കി അത് കേൾക്കാൻ വന്നില്ലായിരുന്നു അച്ഛൻ, ആണോ? അല്ല, നിങ്ങളൊക്കെ വന്നവരാ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പ്രബലതയും അനശ്വരമായ നല്ല മഹത്വവും അങ്ങേക്ക് കരേറ്റുവാൻ ഞങ്ങളെ നീ. മാലാഖമാരുടെ പ്രാർത്ഥനയാണ്. വെളിപ്പാട് പുസ്തകം 5, 6 അധ്യായങ്ങൾ മാലാഖമാർ സ്തുതിക്കുകയാ. അതിനുവേണ്ടിയാണ് ആരാധനയ്ക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ജീവിതം എന്ത്? ജീവിതം എന്നാൽ ഉയർച്ചയും താഴ്ചയും. അത് സമചിത്തതയോടെ, സമതുലനതയോടെ, സമനിലയോടെ നമുക്ക് ജീവിതത്തെ സമീപിക്കാം. 2, ആ നാട് യഹോവ പരിപാലിക്കും. ഇതൊരു അമ്മൂമ്മ കഥയല്ല, ഇത് വെറുതെ തരുന്നൊരു വാഗ്ദാനമല്ല. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഭയപ്പെടേണ്ട. നാളെ രാവിലെ, ഇന്ന് രാവിലെ പോലെ നാളെ രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ രാത്രി മുഴുവൻ നമ്മെ പരിപാലിച്ച ദൈവം രാവിലെ പറയും, കുഞ്ഞെ ഭയപ്പെടേണ്ട. ഇതൊക്കെ നമ്മുടെ പിതാക്കന്മാർക്ക് ഈ ബോധ്യവും വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സന്ധ്യയ്ക്ക് അവർ കിടക്കാൻ പോകുന്നതിന് മുമ്പ് സാക്ഷാ ഇട്ട് കഴിഞ്ഞാൽ അവർ പറയും, ലോകത്തിൻ്റെതെല്ലാം തീർന്നു, ഇനിയുമുള്ളത് ആര് മാത്രമാ? ദൈവം മാത്രമാ. ശരീരമടങ്ങി ഉറങ്ങുമ്പോൾ കാവലതായതു നിൻ ശക്തി, സൗരഭ്യമായ ധൂപം പോൽ എന്റെ ഉറക്കം തിരുമുമ്പിൽ. ഇതൊന്നുണ്ടോ? ഇത് പറയുമ്പോൾ പലർക്കും ദേഷ്യം വരും. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ എന്നാ ചോദിക്കുന്നേ. ഇതൊന്ന് ചൊല്ലുന്നുണ്ടോ നമ്മുടെ വീടുകളിൽ? ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ടോ? സന്ധിക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ. ശരീരമടങ്ങി ഉറങ്ങുമ്പോൾ കാവലതായത് നിന്റെ ശക്തിയാ. കാരണം അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞാൻ കൂടെയുണ്ട്. പക്ഷെ അവനെ സ്വീകരിച്ചിട്ടുണ്ടോ? അവനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു തീരുമാനമെടുക്കാൻ, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ സാധിക്കുമോ? 3-ാമതായിട്ട് ഒന്നേ പറയുന്നുള്ളൂ. there is only one demand. നീ മിസ്രയീമിൽ അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വഴി നടത്തി എന്നതും നീ മറക്കരുത്. 4 കാശിന്റെ അഹങ്കാരവും 4 ആൾ അറിയുന്ന സ്ഥാനവും 4 അക്ഷരത്തിന്റെ വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും 3 അക്ഷരം മറക്കരുത്. 4 കാശിന്റെ അഹങ്കാരവും 4 ആൾ അറിയുന്ന സ്ഥാനവും 4 അക്ഷരത്തിന്റെ വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും 3 അക്ഷരം മറക്കരുത്. വന്ന വഴി മറക്കരുത്. ലൈഫ് ഈസ് എ one-way track. We can't go back, but we can see the back. ജീവിതം എന്നാൽ ഒരു one-way വഴിയാണ്, ഒറ്റയടി പാതയാണ്. നമുക്ക് തിരിച്ചു പോകാൻ, റിട്ടേൺ പോകാനൊക്കില്ല. പക്ഷേ നമുക്ക് പുറം കാണാം, പുറം കണ്ട് തിരുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷം എല്ലാം അനുഗ്രഹമായി മാറട്ടെ എന്നൊന്നും ഞാൻ ആശംസിക്കുന്നില്ല. എങ്കിലും സുഖത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും സന്താപത്തിലും നന്മയിലും അനുഗ്രഹത്തിലും എല്ലാം കൂടെ ഇരിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ആ ദൈവത്തിൻ്റെ കൂട്ടിരിപ്പ് കൂടെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്രകാരം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ, എന്നോട് തന്നെ ഈ പ്രത്യാശയുടെ വാക്കുകൾ എൻ്റെ മനസാക്ഷിയോട് തന്നെ പറയുവാൻ അവസരം തന്ന എല്ലാ അച്ഛന്മാരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും നിങ്ങളേവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.